പശ്ചിമ കൊച്ചിക്കാർ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിരവധി പദ്ധതികളാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ ആസൂത്രണം ചെയ്തത്. ഇതിനായി കോടിക്കണക്കിന് രൂപയും ചെലവിട്ടു. എന്നാൽ ഉപയോഗപ്രദമായ രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. വേനൽ കടുത്തതോടെ പശ്ചിമ കൊച്ചിക്കാരുടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ആഴ്ചയിൽ 2 ദിവസം വരുന്ന ടാങ്കർ വെള്ളം മാത്രമാണ് ഇവർക്ക് ആശ്രയം. ആഴ്ച 2 ദിവസം വരും, ഞായറാഴ്ചയും വരും, വ്യാഴാഴ്ചയും വരും. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റില്ല. അങ്ങ് വെറുതെ കഷ്ടപ്പെട്ട് ഇതിനായിട്ട് വെയിലും കൊണ്ട് നോക്കി നിന്നാണ് വെള്ളം പിടിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഗതികേട്. പൈപ്പുണ്ട്, എന്ത് ഫലം വെള്ളം വരികയില്ല. പ്രദേശത്ത് കോർപ്പറേഷന്റെ പൊതു പൈപ്പുകൾ നിരവധിയുണ്ടെങ്കിലും അവയിൽ വെള്ളം വരുന്നത് ദിവസത്തിൽ അരമണിക്കൂർ മാത്രം. ഹൈഡ്രോളിക് പൈപ്പായതിനാൽ മണിക്കൂറുകൾ അടിച്ചാലേ ഒരു തുള്ളി വെള്ളം വരാറുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി പൈപ്പ് അടിക്കുന്നതിനാൽ നാട്ടുകാർക്ക് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. വോട്ടിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും വരുമ്പോൾ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് തരാം. ഇപ്പം ഞങ്ങൾ ഏതെങ്കിലും ചാനലിൽ പറഞ്ഞാൽ തന്നെ ഈ വണ്ടി ചിലപ്പോൾ 2 വണ്ടി വരില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ട് ചിലയിടങ്ങളിൽ. ഒരു ജലദിനം കൂടി കടന്നു പോകുന്നു. ഒരു തുള്ളി കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഇവരുടെ ദുരിതങ്ങൾക്കു നേരെ മുഖം തിരിക്കുകയാണ് ഭരണകൂടങ്ങൾ ചെയ്യുന്നത്. ക്യാമറാമാൻ ഉമ്മറിനൊപ്പം സന്ധ്യ ലക്ഷ്മണൻ, മീഡിയ 1 കൊച്ചി.